ജാസ്മിനും ഗബ്രിക്കും ഇപ്പോൾ രാത്രിയായി കഴിഞ്ഞാൽ പിണങ്ങാനും ഇണങ്ങാനും മാത്രമേ നേരമുള്ളൂ എന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു, പിണങ്ങുന്നു, കരച്ചിലാവുന്നു, അതിനുശേഷം ഹഗ് ചെയ്യുന്നു, പിണക്കം തീർക്കുന്നു, അതിനുശേഷം കളിയും ചീരിയൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങുന്നു. ഇപ്പോഴേ രാത്രി ലൈവ് കാണുന്നവർക്കറിയാം, ലൈവിൽ രണ്ടുപേരും കൂടിയിട്ട് ഇരുന്ന് വഴക്ക് വിടാണ്. ജാസ്മിൻ ഭയങ്കര കരച്ചിലാണ്. ഇന്നലെ ഇത്രയ്ക്കും കരഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇന്ന് ജാസ്മിൻ ഭയങ്കര കരച്ചിലാണ്. ബാത്റൂമിൽ നിന്ന് കരഞ്ഞിറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഗബ്രി എൻ്റെ അടുത്ത് വന്നിരിക്കുക, കുറച്ച് നേരം വന്നിരിക്കുക, സംസാരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഗബ്രി സംസാരിക്കുന്ന സമയത്ത് ജാസ്മിൻ പറയുന്നുണ്ട്, നിനക്ക് നിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ, എന്നെക്കുറിച്ച് നീ എന്താ ചിന്തിക്കാത്തത്, എൻ്റെ ഫീലിങ്സ് എന്താണ് നീ മനസ്സിലാക്കാത്തത്, നീ നിൻ്റെ വശം മാത്രം എന്താണ് ചിന്തിച്ചുകൊണ്ട് സംസാരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഗബ്രി, നീ എനിക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റാഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്, നീ എന്നെ ഹേർട്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ ഗബ്രി അവൻ്റെ ഭാഗം ന്യായീകരിക്കുന്നുണ്ട്. ജാസ്മിനും അവിടെ ഇരുന്ന് പലതും പറയുന്നുണ്ട്, നിനക്ക് ഒട്ടും എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല, നീ എന്നെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട്, ഇപ്പോഴും ഞാനിവിടെ ഇരിക്കുന്നത് നിന്നെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് നീ ഇവിടെ ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഞാനിരുന്നത്. എനിക്ക് കുറച്ച് ഹേർട്ട് ചെയ്താലും കുഴപ്പമില്ല, നിനക്ക് ഹേർട്ട് ആവണ്ട എന്ന് കരുതിയാണ് ഞാനിവിടെ ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാസ്മിൻ കരയുന്നുണ്ട് കുറേ. അപ്പോൾ അവിടെ സമാധാനിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ഗബ്രി. കരയണ്ട, ഇനി ഞാൻ നിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ച് സംസാരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ ചോദിക്കുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ടല്ലോ ഇവർ തമ്മിലൊരു ഡിസ്റ്റൻസ് വരണമെന്ന്, അങ്ങനെ നമ്മുടെ ഇടയിൽ ഒരു ഡിസ്റ്റൻസ് വരാൻ വേണ്ടിയിട്ട് നീ കൽപ്പിച്ചു കൂട്ടി ഞാനുമായിട്ട് വഴക്കിടുന്നതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗബ്രിയോട് മിണ്ടാതിരിക്കുന്നുണ്ട്. ഇല്ല, ഇനി നിൻ്റെ അടുത്ത് ഞാൻ എന്ത് പറയുമ്പോഴും ഒന്ന് ശ്രദ്ധിച്ച് സംസാരിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട് ഗബ്രി. എന്തായാലും രണ്ടുപേരും സംസാരിക്കലും ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇപ്പോൾ ഫുൾ ടൈം അടിയാണ് കാണിക്കുന്നത്. രാത്രി സമയത്താണ് ഫുൾ ടൈം അടിയും കരച്ചിലും പിരിച്ചിലൊക്കെ കാണിക്കുന്നത്. എവിടെ ചെന്ന് എത്തുമെന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ബിഗ് ബോസിൽ ഇത് കാണുമ്പോൾ നമുക്ക് റിവ്യൂ ചെയ്തല്ലേ പറ്റൂ.